നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രക്ത ഔർ ഹമാര ശരീര എന്ന പാഠഭാഗമാണ്. ഈ പാഠം എഴുതിയത് യതീഷ് അഗർവാളാണ്. രക്ത ഔർ ഹമാര ശരീര എന്നർത്ഥം രക്തവും നമ്മുടെ ശരീരവും. ദിവ്യ അനിൽ കി ചോട്ടി ബഹൻ ഹെ. ദിവ്യ അനിലിൻ്റെ ഇളയ സഹോദരിയാണ്. യോം ദോ വഹ് ശുരു സേ ഹി കംസോർ ഹെ. അവൾ ചെറുപ്പം മുതലേ, ശുരു എന്ന് വെച്ചാൽ ആരംഭിക്കുക എന്നാണ്. ഇവിടെ നമുക്ക് പറയാം ചെറുപ്പം മുതലേ അവൾ കംസോർ ഹെ. കംസോർ എന്ന് വെച്ചാൽ ക്ഷീണിത, വീക്ക്, ഭയങ്കര ക്ഷീണം അവൾക്ക്. ചെറുപ്പം തൊട്ടേ അവൾ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ലേക്കിൻ ഇധർ കുച്ച് ദിനോംസെ, എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഉസേ ഹർ സമയെ, എല്ലായ്പ്പോഴും ധക്കാൻ മഹസൂസ് ഹോത്തി ഹെ. ധക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൾക്കിപ്പോൾ. മൻ കിസി കാമേ നഹി ലഗ്ത, മനസ്സൊന്നിലും ഉറയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം ഒക്കെ ഒരു ശ്രദ്ധയും ഇപ്പം ഇല്ല. ഭൂക്ക് ഭി പഹലേ സെ ഹി കം ഹോ ഗയി ഹെ. ഭൂക്ക് എന്ന് വെച്ചാൽ വിശപ്പും നേരത്തേതിനേക്കാൾ കുറവാണ്. ഇപ്പോൾ ഒന്നും ആഹാരവും കഴിക്കുന്നില്ല, ഒരു ശ്രദ്ധയുമില്ല, അങ്ങ് എപ്പോഴും എപ്പോഴും അങ്ങ് ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളെ ദിവ്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആസ്പതാലിൽ ചെന്നപ്പോഴോ ആസ്പതാൽ മേ ഉസേ ഡോക്ടറിനെ ദേക്ക. ആസ്പത്രിയിൽ അവളെ ഡോക്ടർ നോക്കി. ലഗ്താ ഹെ, ഡോക്ടർ പറഞ്ഞു. ദേഖാ തോ കഹ, എന്നിട്ട് പറഞ്ഞു ലഗ്താ ഹെ ദിവ്യ കെ ശരീരമേ രക്തക്കി കമി ഹോ ഗയി ഹെ. ദിവ്യയുടെ ശരീരത്തിൽ രക്തക്കുറവുണ്ട്. കമി എന്ന് വെച്ചാൽ അർത്ഥം കുറവ്, രക്തത്തിൻ്റെ കുറവുണ്ട്. ജാഞ്ച് കരാക്കർ ദേഖ്തേ ഹെ. ജാഞ്ച് എന്ന് വെച്ചാൽ പരിശോധിക്കുക, പരിശോധിച്ച് നോക്കാം. യഹ് കഹ്കർ ഉനോനെ ദിവ്യാക്കോ, ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ദിവ്യയെ രക്തക്ക് ജാഞ്ച് കേലിയെ, രക്തം പരിശോധിക്കുന്നതിന് വേണ്ടി പാസ് കെ, അടുത്തുള്ള ഏക കമരയമേ ഭേജ് ദിയ, ഒരു മുറിയിലേക്ക് അയച്ചു. വഹാം, അവിടെ അനിലിന് അപ്പനി ഹി ജാൻ പഹച്ചാൻ, തൻ്റെ തന്നെ പരിചയത്തിലുള്ള ഡോക്ടർ ദീദി ദിഖായി ദി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നത് അനിലിനെ പരിചയമുള്ള ഡോക്ടർ ദീദിയാണ്. ദീദി എന്ന് വെച്ചാൽ ചേച്ചി എന്നാണ് അർത്ഥം. അപ്പോൾ ഡോക്ടർ ദീദിയെ അവിടെ വെച്ച് കണ്ടു. ഡോക്ടർ ദീദിനെ കഹു അനിൽ കൈസേ ആനാ ഹുവ. പറഞ്ഞു, അനിൽ, എന്താണ് നീ വന്നത്? അനിലിനെ ബതായാക്കി. അനിൽ പറഞ്ഞു, ഡോക്ടറിനെ ദിവ്യാക്കോ ഖൂൻ കി ജാഞ്ച് കേലിയെ ആപ്കെ പാസ് ഭേജാ ഹെ. ഡോക്ടർ ദിവ്യയെ രക്തം പരിശോധിക്കുന്നതിന് താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് എന്ന് അനിൽ പറഞ്ഞു. ഇത്തന സുൻതേ ഹി ഡോക്ടർ ദീദിനെ ദിവ്യ കി ഉംഗലി സെ രക്ത കി കുച്ച് ബൂന്തേ ഏക് ഛോട്ടി സി ശീശി മേ ഡാൽ ദി. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഡോക്ടർ ദീദി ദിവ്യയുടെ വിരലിൽ നിന്നും കുറച്ച് രക്തത്തുള്ളികൾ ഒരു ചെറിയ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു. ചെറിയ കുപ്പി ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു. അവർ സ്ലൈഡ് പർ ലഗാതി, എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് സ്ലൈഡ് എന്ന് വെച്ചാൽ അർത്ഥം ചെറിയ ഗ്ലാസിൻ്റെ ചെറിയ ഷീറ്റാണ്, ഗ്ലാസിൻ്റെ ഷീറ്റ്. ലഗാതി അവിടെ ഇട്ട് ഒഴിച്ചു. ഫിർ അനിൽ സേ, എന്നിട്ട് അനിലിനോട് പറഞ്ഞു, അനിൽ തും കൽ ആസ്പതാൽ സെ റിപ്പോർട്ട് ലേ ജാന. നീ നാളെ ആശുപത്രിയിലെത്തി റിപ്പോർട്ട് വാങ്ങിച്ചോ, ഇന്നിവിടെ വെറുതെ ഇനി ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അകലേ ദിൻ ആസ്പതാൽ പഹുഞ്ചിക്കർ, അടുത്ത ദിവസം ആശുപത്രിയിലെത്തി അനിൽ ഡോക്ടർ ദീദി കെ കമരയ്ക്ക്, ഡോക്ടർ ദീദിയുടെ മുറിയുടെ ദർവാസെ പർ ദസ്തക് ദി. മുറിയുടെ കഥയിൽ വന്നിങ്ങനെ മുട്ടി വിളിച്ചു. ദസ്തക് ദേന എന്ന് വെച്ചാൽ മുട്ടുക. ഫീത്തർ സെ ആവാസായി, അപ്പോൾ അകത്തു എന്ന് പറഞ്ഞു. ആ ജാവൂ, വരൂ. ആ ജാവൂ എന്ന് വെച്ചാൽ അർത്ഥം വരൂ. അനിലിനെ കമരമേ പ്രവേശ് കിയ, അനിൽ അകത്തേക്ക് പ്രവേശിച്ചു. ഡോക്ടർ ദീദിനെ സൂക്ഷ്മദർശി ദ്വാര ഏക്ക് സ്ലൈഡ് കി ജാഞ്ച് കർ രഹി തി. അപ്പോൾ അകത്ത് എന്തായിരുന്നു? ഡോക്ടർ ദീദി എന്ത് ചെയ്യുമായിരുന്നു? ഡോക്ടർ ദീദി സൂക്ഷ്മദർശിനിയിലൂടെ ഒരു സ്ലൈഡ് പരിശോധിക്കുകയാണ്, രക്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീദിക്ക് ഇഷാരേസെ, ഇഷാര എന്ന് വെച്ചാൽ അടയാളം എന്നർത്ഥം. ഇഷാരേസെ അടയാളം കാണിച്ചു. വഹ് പാസ് രഖി, അവൻ അടുത്ത് വെച്ചിരിക്കുന്ന ഏക്ക് കുർസി പർ ബൈഠ് ഗയ, അവനടുത്തുള്ള ഒരു കുർസിയിൽ കസേരയിലിരുന്നു. स्लाइड की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए.
സ്ലൈഡിൻ്റെ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ദീദി സാബുൻ എന്ന് വെച്ചാൽ സോപ്പ് കൊണ്ട് കൈ കഴുകി, തൗലിയേസെ പോസ്തി തോർത്തുകൊണ്ട് കൈ തുടച്ചിട്ട് പറഞ്ഞു, അനിൽ, ദിവ്യാക്കോ അനീമിയ ഹേ, ദിവ്യയ്ക്ക് അനീമിയയാണ്. ചിന്താക്കി ബാത്ത് നഹി, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുച്ച് ദിൻ ദവാലേഗി, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ ടീക് ഹോ ജായേഗി, എല്ലാം ശരിയാകും. അനിൽ കെ മൻമേ ജിജ്ഞാസ ഹുയി, അനിലിൻ്റെ മനസ്സിൽ അപ്പം ജിജ്ഞാസയുണ്ടായി. ജിജ്ഞാസ എന്ന് വെച്ചാൽ അറിയാനുള്ള ആഗ്രഹം. അവൻ എന്തൊക്കെയോ അറിയണം. അവൻ ചോദിച്ചു, വഹ് ബോല, അവൻ പറഞ്ഞു, ദീദി ഏക് സവാൽ പൂച്ചും, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഹാ ഹാം ക്യോം നഹീം, ഡോക്ടർ ദീദിനെ കഹ, പിന്നെന്താ, ചോദിക്കോ, ഡോക്ടർ ദീദി അവനോട് പറഞ്ഞു. അനീമിയാസെ ആപ്നെ ക്യാ മതലബ് ഹേ ദീദി, അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് ദീദി? ഉസ്നെ പൂച്ച. നമുക്ക് അത്രയും പഠിക്കാം ഇന്ന്.